എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ-കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. LPG മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. സാധാരണ ഗ്യാസ് മസ്റ്ററിങ് ചെയ്യുമ്പോൾ പൊതുവിലുള്ളൊരു സംശയമാണ്, ഫേസ് സ്കാൻ ചെയ്ത് മസ്റ്ററിങ് ചെയ്യുന്നവർ പിന്നീട് ഗ്യാസ് ഏജൻസിയിൽ പോയി കൈവിരലുകൾ പതിപ്പിച്ച് മസ്റ്ററിങ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ എന്നതൊരു സംശയമാണ്. അതുപോലെ തന്നെ ഒരു ഫോൺ ഉപയോഗിച്ച് ഒന്നിലധികം ഗുണഭോക്താക്കളുടെ ഗ്യാസ് EKYC മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുമോ? ഈ രണ്ട് സംശയങ്ങളാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഗ്യാസ് EKYC മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട 3 കമ്പനികളുടെയും മസ്റ്ററിങ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നതിനെ സംബന്ധിച്ച വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങൾ അടങ്ങിയ വീഡിയോകളും ലഭ്യമാണ്. ഇവയൊക്കെ LPG EKYC എന്ന പ്ലേലിസ്റ്റിലും ലഭ്യമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. LPG ഉടമ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് സ്കാനിങ്ങിലൂടെ EKYC മസ്റ്ററിംഗ് ചെയ്യുന്നത്. നിലവിൽ എല്ലാ LPG ഗുണഭോക്താക്കളും തങ്ങളുടെ ആധാറും ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 രീതിയിൽ നമുക്ക് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും. അതിലൊന്ന് കൈവിരലുകൾ പതിപ്പിച്ചും മറ്റൊന്ന് ഫേസ് സ്കാനിങ്ങിലൂടെ ഐറിസ് ഘടന പരിശോധിച്ചുമാണ്. ഗുണഭോക്താവിൻ്റെ ആധാറിൽ കൊടുത്തിരിക്കുന്ന ബയോമെട്രിക്സ് വിവരങ്ങൾ ആധാർ ഫേസ് ID ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഫേസ് റെക്കഗ്നിഷൻ നടത്തി പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗ്യാസ് മസ്റ്ററിങ്ങിലൂടെ ഇവിടെ ചെയ്യുന്നത് ഗുണഭോക്താവിൻ്റെ ഐറിസ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഘടന പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 രീതിയിൽ നമുക്ക് ഗ്യാസ് മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കും. അതിലൊന്നാണ് ഇവിടെ ഫേസ് സ്കാനിങ്ങിലൂടെ ചെയ്യുന്നത്. ഇനി ഫേസ് സ്കാനിങ്ങിലൂടെ ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഗ്യാസ് ഏജൻസിയെ സമീപിച്ച് കൈവിരലുകൾ പതിപ്പിച്ചും ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ ഗ്യാസ് കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫേസ് റെക്കഗ്നിഷൻ നടത്തി മസ്റ്ററിങ് ചെയ്യുന്നവർ പിന്നീട് വിരലടയാളം പതിപ്പിച്ച് ഗ്യാസ് ഏജൻസിയിൽ പോയി മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി മറ്റൊരു സംശയമുള്ളത്, ഒരു മൊബൈൽ ഉപയോഗിച്ച് ഒന്നിലധികം ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ കമൻറ്റിലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു വ്യക്തിയുടെ ബയോമെട്രിക്സ് ഡീറ്റെയിൽസ് നേരിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നതോടുകൂടി ആ ഒരു ആപ്പിൻ്റെ ഉപയോഗവും ആ ഒരു കാര്യത്തിൽ അവസാനിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാനോ പേയ്മെൻറ്റ് നടത്താനോ ഒക്കെ ആ ഒരു ആപ്പ് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ആ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയാണ് നമ്മൾ ഈ ഒരു പ്രക്രിയയിലോട്ട് കടക്കുന്നതും. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഉപയോഗിച്ച് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം അവർക്ക് പിന്നീട് ബുക്കിങ്ങോ പേയ്മെൻറ്റോ മറ്റോ ഈ ആപ്പ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിലും മറ്റൊരു മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതേ MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു വ്യക്തിയുടെ മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം ആ മൊബൈലിൻ്റെ ഹോം പേജിൽ വന്ന് ആ ഒരു ആപ്പിൽ ലോങ് പ്രസ് ചെയ്ത് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് മറ്റൊരു വ്യക്തിയുടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മൊബൈലിൻ്റെ ആപ്പ് സെറ്റിങ്സിൽ പോയി ക്ലിയർ ക്യാച്ച്, ക്ലിയർ ഡേറ്റ തുടങ്ങിയവ ക്ലിയർ ചെയ്തും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ലോഗൗട്ട് ചെയ്തിട്ടും ശ്രമിച്ചു നോക്കാവുന്നതാണ്. എല്ലാ ആപ്ലിക്കേഷനിലും ലോഗൗട്ട് ചെയ്ത് ശ്രമിച്ചാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.